ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി മകളുടെ ജീവിതത്തിൽ അർജുൻ വേണ്ട എന്നുള്ള കടുത്ത തീരുമാനത്തിലാണ് നമ്മുടെ പ്രഭുരാമൻ ചേട്ടനുള്ളത്. എന്തായാലും മോള് ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടണമെന്നുള്ള ഉറച്ച തീരുമാനത്തിൽ പപ്പ പിങ്കിയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് പിങ്കിക്കാണെങ്കിൽ അർജുനോട് ഇപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഇഷ്ടവും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. വേണ്ട പപ്പ, ഇത്ര പെട്ടെന്ന് വേണമെന്നൊക്കെ ചോദിച്ച് അങ്ങനെ പിങ്കി ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സമയത്ത് ഇപ്പോഴാണ് ഇതിന് തീരുമാനങ്ങൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് പപ്പ ഇങ്ങനെ പിങ്കിയെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്തും പിങ്കിയുടെ ഉള്ളിൽ ആ ഒരു വിങ്ങലാണ്. അർജുനോടുള്ള യഥാർത്ഥ സ്നേഹത്തിൻ്റെ എന്തൊക്കെയോ ഒരു കണികകൾ നമ്മുടെ പിങ്കിയുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് പിങ്കിക്കാണെങ്കിൽ ഒന്നിൽ നിന്നും ഒന്നും ഒഴിഞ്ഞു മാറി പോകാനോ അല്ലെങ്കിൽ ഇത് അർജുനെ വേണ്ടെന്ന് വെക്കാനോ ഒന്നിനും കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെ പിങ്കി ആകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും പപ്പയെ വെറുപ്പിക്കാനും പറ്റാത്തൊരവസ്ഥ. ഈ സമയത്ത് പപ്പയ്ക്ക് വേണ്ടിയിട്ട് അർജുനെ ഡിവോഴ്സ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. തൻ്റെ ജീവിതത്തിൽ അർജുൻ വേണ്ട എന്ന് പിങ്കിയായിട്ട് തന്നെ അങ്ങ് തീരുമാനം എടുക്കുക. പക്ഷേ ഇതേ സമയത്ത് അവിടെ അർജുൻ പിങ്കി ഇല്ലാത്തതിൻ്റെ പേരിൽ ശരിക്കും വിഷമം അനുഭവിക്കുകയും അല്ലെങ്കിൽ ഉള്ളുകൊണ്ട് ഒരുപാട് സങ്കടപ്പെടുകയൊക്കെ ചെയ്യുന്നു. ഈ ഒരു സമയത്ത് നയനയാണെങ്കിൽ ആ ഒരു ഗ്യാപ്പ് നികത്താൻ കിട്ടിയ അവസരം മുഴുവനും ഇങ്ങനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഭക്ഷണം പോലും കഴിക്കാതെ പിങ്കി അവിടെ നിരാഹാരം ഇരിക്കുന്ന സമയത്ത് അർജുൻ്റെ അവസ്ഥയും ഏകദേശമൊക്കെ അതുപോലെ തന്നെ ഇവിടെയും. നയനയാണെങ്കിൽ അർജുൻ്റെ ഇടയിലേക്ക് അർജുനെ വശീകരിച്ചെടുക്കാൻ വേണ്ടി കയറി ചെല്ലുന്ന സമയത്ത് നമ്മുടെ അർജുനാണെങ്കിൽ നയനയിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകുന്നു. അപ്പം നയനയ്ക്ക് മനസ്സിലായി അർജുനെ വരുതിയിലാക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, ശരിക്കും പണിയുള്ള കാര്യം തന്നെയാണ്. കാര്യം അർജുൻ്റെ മനസ്സിൽ പിങ്കി എന്ന് പറയുന്ന ഒരാളുണ്ടെന്ന്. സുമംഗലയുടെ മനസ്സിലേക്ക് അർജുൻ്റെയും പിങ്കിയുടെയും ജീവിതം നരകമായിരുന്നു എന്ന് പറഞ്ഞു ഫലിപ്പിക്കാനായിട്ടുള്ള നയന ഇങ്ങനെ ഓരോ കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് നമ്മുടെ അർജുൻ ഇങ്ങനെ അവിടെ വിഷമിച്ചിരിക്കുമ്പോൾ ഗൗതം അർജുൻ്റെ അരികിലേക്ക് ചെന്നു. അപ്പോൾ ഏട്ടനെ കണ്ടപ്പോഴും അനിയന് വലിയ ഇതൊന്നുമില്ല, അപ്പോൾ സങ്കടത്തിൽ തന്നെ ഇരിക്കുന്നത്. അനിയൻ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പം എന്താടാ ഇത്, നീ ഇങ്ങനെ മൂഡ് ഓഫ് ആയാൽ എങ്ങനെ ശരിയാവുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഗൗതം അങ്ങനെ ചോദിക്കുമ്പം ഞാൻ മൂഡ് ഓഫ് ഒന്നും അല്ല ഏട്ടാ, ഏട്ടന് വെറുതെ തോന്നുന്നതാണെന്ന് പറഞ്ഞു. നീ ആരോട് വേണമെങ്കിലും കള്ളം പറഞ്ഞു, പക്ഷെ എന്നോട് മാത്രം കള്ളം പറയാൻ നിൽക്കരുത് അർജുൻ എന്ന് പറയാം. കാരണം ഞാൻ നിൻ്റെ ഏട്ടനാണ്, നിൻ്റെ മനസ്സൊന്ന് വേദനിച്ചാൽ എനിക്കത് കൃത്യമായി തിരിച്ചറിയാനായിട്ട് കഴിയും എന്ന് പറഞ്ഞുകൊണ്ട്. എന്താടാന്ന് ചോദിച്ചപ്പം ഞാൻ എന്താ ഏട്ടാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകൊണ്ടിങ്ങനെ നമ്മുടെ അർജുൻ ഇങ്ങനെ ഗൗതത്തിനോട് ചോദിക്കുക. നീ എന്ത് ചെയ്യാൻ, നീ പോയി പിങ്കിയെ വിളിച്ചുകൊണ്ട് വരണം. പിങ്കിയെ വിളിച്ചുകൊണ്ട് നിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും വേണം, സന്തോഷമായിട്ട് നിങ്ങൾ ജീവിക്കുകയും വേണം. പിങ്കി നിന്നെ സ്നേഹിക്കുന്നുണ്ട് അർജുൻ, അത് എത്രത്തോളം ഉണ്ടെന്ന് നിനക്ക് മനസ്സിലാകാതെ പോയതാണ് പറ്റിയ പ്രശ്നമെന്ന് പറഞ്ഞു. പിങ്കി എന്നെ സ്നേഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അവൾ ഇവിടം വിട്ട് ഇറങ്ങി പോകില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അർജുൻ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് കേട്ട് നമ്മുടെ നന്ദ അങ്ങോട്ടേക്ക് വരിക. അപ്പോൾ പിങ്കിയുടെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും അങ്ങനെ ചെയ്യുകയുള്ളൂ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അർജുൻ, നിന്നെയും പിങ്കിയെയും തമ്മിൽ തെറ്റിക്കാൻ നയന നല്ല കളികൾ കളിക്കുന്നുണ്ടെന്ന്. നയനയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ഇപ്പം ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. പിങ്കിയുടെ മനസ്സിലേക്ക് നയന അതുമാതിരിയാണ് വിഷം കുത്തിവെച്ചിരിക്കുന്നത്. ആ ഒരു ഷോക്കിലാണ് പിങ്കി ഇവിടെ നിന്ന് പോയത്. അത് നിന്നോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നന്ദയും അർജുനോട് സംസാരിക്കുക. എന്നിട്ട് നന്ദ പറഞ്ഞു, നീ പിങ്കിയെ പോയി കാണണം, പിങ്കിയെ കണ്ട് പിങ്കിയോട് സംസാരിക്കണം, പിങ്കിയെ കൂട്ടിക്കൊണ്ട് വരണം. അർജുൻ മനസ്സ് തുറന്ന് സംസാരിച്ചാൽ പിങ്കിയുടെ എല്ലാ ഇതും മാറും, എല്ലാ ദേഷ്യവും മാറും, അല്ലെങ്കിൽ എല്ലാ സങ്കടങ്ങളും മാറും. പിങ്കി തീർച്ചയായിട്ടും അർജുൻ്റെ കൂടെ തിരിച്ചു വരുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ നന്ദ പറഞ്ഞു. അപ്പോൾ എനിക്കതിൽ വലിയ പ്രതീക്ഷയൊന്നും ഇല്ല എന്ന് നന്ദയോട് അർജുൻ പറയുന്നത് കേട്ടപ്പം അങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കരുതെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിലിങ്ങനെ പറയുക കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ നന്ദ അങ്ങ് പോയി. അർജുൻ പോകണം, വിളിച്ചുകൊണ്ട് വരണമെന്നും പറഞ്ഞു. അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ സംസാരവും കാര്യങ്ങളും എല്ലാം ഈ നയന അപ്പുറം മാറി നിന്ന് കേൾക്കുക. അപ്പോൾ നയന എങ്ങനെയെങ്കിലും അർജുനെ തൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ കിടന്ന് പണിപ്പെട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നമ്മുടെ നന്ദ ഇങ്ങനത്തെ പണിയൊക്കെ ഒപ്പിക്കുന്നത്. അപ്പോൾ പിന്നെ കലി വരാതിരിക്കുമോ? പുള്ളിക്കാരിക്ക് ശരിക്കും ദേഷ്യം വന്നു. പുള്ളിക്കാരി എന്നിട്ട് നേരെ ഓടി സുമംഗലയുടെ അടുത്തേക്ക്. അപ്പോൾ സുമംഗലയും ലക്ഷ്മിയും കൂടി അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ അർജുൻ്റെയും പിങ്കിയുടെ ഒക്കെ കാര്യം. ഈ കുട്ടികൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകുമെന്നൊക്കെ ലക്ഷ്മി ചോദിച്ചപ്പോൾ ഇങ്ങനെ ആയാലേ ഏട്ടത്തി ശരിയാവുകയുള്ളൂ, അർജുൻ്റെ വില എന്താണെന്ന് പിങ്കി തിരിച്ചറിയാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് സുമംഗല ഇങ്ങനെ പറയാം. അപ്പോഴേക്കും നയനെ അങ്ങോട്ടേക്ക് ചെന്നു. നയനെ അങ്ങോട്ട് ചെന്നിട്ട് എന്നാലും അർജുനോട് ഈ വീട്ടിലുള്ളവർക്ക് എന്താ ഇത്രയ്ക്ക് ദേഷ്യം, അല്ലെങ്കിൽ ഇത്രയ്ക്ക് വൈരാഗ്യ ബുദ്ധി എന്താണെന്നൊക്കെ ചോദിച്ചപ്പം ദേഷ്യമോ വൈരാഗ്യ ബുദ്ധിയോ
നീ എന്തിനാ നയന ഈ ആവശ്യമില്ലാത്തതൊക്കെ പറയുന്നതെന്ന് ലക്ഷ്മി അന്നേരം ചോദിച്ചു. ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്, ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. നീ കണ്ടെത്തിയ ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണാവോന്ന് ചോദിച്ചപ്പം, അല്ല അർജുൻ പിങ്കിയെ ഉപേക്ഷിച്ച് പോയതല്ല, മറിച്ച് പിങ്കി അർജുനെ ഉപേക്ഷിച്ച് പോയതാണ്. അങ്ങനെയുള്ളപ്പോൾ അർജുൻ എന്തിനാ പിങ്കിയുടെ കാല് പിടിക്കാൻ പിങ്കിയുടെ വീട്ടിലേക്ക് പോകുന്നത്? നീ എന്താ പറഞ്ഞേ? അർജുൻ പിങ്കിയുടെ കാല് പിടിക്കാൻ പിങ്കിയുടെ വീട്ടിലേക്ക് പോകുന്നു. നിനക്ക് എന്താ പറ്റിയ മോളെ എന്ന് സുമംഗല ചോദിച്ചപ്പം, അതെ അപ്പച്ചി, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. നന്ദയും ഗൗതമേട്ടനും കൂടെ ചേർന്ന് അർജുനെ പിങ്കിയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടാനായിട്ട് ഒരുങ്ങുവാണെന്ന് പറഞ്ഞു. എന്തിനാ ഇപ്പം അർജുൻ പിങ്കിയുടെ വീട്ടിലേക്ക് പോകുന്നതെന്ന് സുമംഗല ഭയങ്കര ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ, അത് പിന്നെ എന്തിനാണെന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. പിങ്കിയുടെ കാല് പിടിച്ച് പിങ്കിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നന്ദ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പം, ഈ നന്ദയ്ക്ക് ഇത് എന്തിൻ്റെ കേടാ എന്നും ചോദിച്ചുകൊണ്ട് സുമംഗല ലക്ഷ്മിയുടെ മുന്നിൽ വെച്ച് ചൂടാവുക. നന്ദമോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് നല്ല കാര്യമാണെന്ന് ലക്ഷ്മിയും പറഞ്ഞു. അർജുൻ്റെ ജീവിതത്തിൽ പിങ്കി അല്ലാതെ മറ്റൊരു പെണ്ണിനെ ചേർത്ത് വെക്കാനൊന്നും കഴിയില്ല സുമംഗലയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി പറഞ്ഞപ്പോൾ അത് ഏട്ടത്തിയാണ് തീരുമാനിക്കുന്നത്. ഏട്ടത്തിക്ക് എന്താ എൻ്റെ മോൻ്റെ ജീവിതം നശിച്ച് കുട്ടിച്ചോറാകുന്നതാണോ കാണേണ്ടത്? നിങ്ങളൊക്കെ അത് കാണാനാണോ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. അപ്പം അങ്ങനെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും, നീ ഈ എടുത്തു ചാടുന്നത് നിൻ്റെ മകൻ്റെ ജീവിതം നല്ലതാക്കാനാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിൻ്റെ ഈ എടുത്തുചാട്ടം തീർച്ചയായും അർജുൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങളെ വരുത്തി വെക്കുകയുള്ളൂ സുമംഗലെ. അത് ഇന്നല്ലെങ്കിൽ നാളെ നിനക്കത് മനസ്സിലാകുമെന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ പറയാം. അപ്പോൾ സുമംഗലയുടെ മനസ്സിലേക്ക് ഇവരെല്ലാവരും കൂടെ പറയുന്നത് കേൾക്കുമ്പോൾ ചെറിയൊരു ചാഞ്ചാട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നയനയ്ക്കൊരു ടെൻഷനുണ്ട്, നയനയെ ഇനിയിപ്പോൾ പുറം തള്ളുവോ എന്ന്. എന്നിട്ട് നയന ഇങ്ങനെ നിന്ന് ആലോചിക്കുക, താൻ എന്തെല്ലാം ചെയ്തിട്ടും ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയുന്നില്ലല്ലോ. അപ്പോൾ അതിനെല്ലാം വിലങ്ങുതരിയായിട്ട് നന്ദയാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരിതിൽ നയന ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് നമ്മുടെ അർജുൻ ഇങ്ങനെ എപ്പോഴും ആരോടും ഒന്നും മിണ്ടാതെ ഇങ്ങനെ മാറി മാറി നടക്കുക. എന്നിട്ട് പിങ്കിയെ വിവാഹം കഴിച്ചത്, അങ്ങനെയൊക്കെയുള്ള ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുക. അങ്ങനെ ആലോചിച്ച് കാര്യങ്ങൾ വിഷമിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. അതുപോലെ തന്നെ പിങ്കി അവിടെ വീട്ടിൽ ഊണില്ല, ഉറക്കമില്ല, ഇങ്ങനെ കിടന്ന് കരച്ചിലും വീഴ്ചയിലും അതുപോലെ അർജുൻ്റെ ഓർമ്മകളുമായിട്ട് പിങ്കി ഇങ്ങനെ അങ്ങ് പോണു. അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും ലൈഫ് ശരിക്കും ട്രാജഡി ആയിക്കൊണ്ടേയിരിക്കുന്നു. ഈ സമയത്ത് ഈ സുമംഗല നേരെ അർജുനെ കാണാൻ വന്നു. അർജുനെ കാണാൻ വന്നിട്ട്, നീ എങ്ങോട്ടാടാ പോകാൻ പോണേന്ന് ചോദിച്ചു. ഞാൻ എങ്ങോട്ട് പോകാൻ, അമ്മയ്ക്ക് എന്താ പറ്റിയതെന്ന് ചോദിച്ചപ്പം, അല്ല നീ പിങ്കിയുടെ കാല് പിടിച്ച് പിങ്കി ഏതാണ്ട് കൊണ്ടുവരാൻ പോവാണെന്നൊക്കെ അറിഞ്ഞു, നിന്നെ ഉപേക്ഷിച്ച് പോയവരുടെ കാല് പിടിച്ച് പോകാൻ നിനക്ക് നാണമില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ നിന്നെ വേണ്ടാത്തവളെ നിനക്ക് എന്തിനാന്നൊക്കെ ചോദിച്ച് അമ്മ മോനോട് പറയുമ്പം, അമ്മ പ്ലീസ് ഞാൻ കുറച്ച് നേരം ഒന്ന് ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ, എനിക്ക് ആരോടും ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു. അതെന്താ നിനക്ക് ആരോടും ഒന്നും പറയാനില്ലാത്ത? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്നെ ഉപേക്ഷിച്ച് പോയവളെ ഞാൻ എന്നേക്കുമായി ഉപേക്ഷിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇനി പിങ്കിയെ നിന്റെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കാമെന്ന് നീ പോലും വിചാരിക്കണ്ട എന്ന് പറഞ്ഞു. മോനെ, നിനക്ക് പറ്റിയ പെണ്ണല്ല പിങ്കി. നിന്നെ മനസ്സിലാക്കാനോ നിന്നെ സ്നേഹിക്കാനോ ഒരു ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് നിന്നെ മനസ്സിലാക്കാനോ ശ്രമിക്കാത്ത ഒരു പെണ്ണിനെ നിനക്ക് എന്തിനാടാന്നൊക്കെ ചോദിച്ചുകൊണ്ട് അമ്മ ഇങ്ങനെ അപ്പോൾ അർജുൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓരോന്ന് കുത്തിവെച്ച് കൊടുക്കുന്നു. മൊത്തത്തിൽ പ്രശ്നം. അപ്പോൾ അമ്മയും മോനും കൂടെ സംസാരിക്കുന്നത് മാറി നിന്ന് നയന കേട്ടു. നയനയ്ക്ക് അതങ്ങ് ബോധിച്ചു. കാരണം നയന എന്താണോ ആഗ്രഹിക്കുന്നത് അതാണല്ലോ അമ്മ മകനോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതും കഴിഞ്ഞിട്ട് സുമംഗല അങ്ങ് പോയി. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി എന്താണെന്ന് വെച്ചാൽ നീ ആലോചിക്കാൻ പറഞ്ഞിട്ട് അങ്ങ് പോയി. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ അവിടെ കഴിഞ്ഞു കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അവിടെ നയന. അത് കഴിഞ്ഞു അമ്മ പറഞ്ഞതെല്ലാം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട്, അല്ലെങ്കിൽ നന്ദ പറഞ്ഞതെല്ലാം മനസ്സിൽ ഉൾക്കൊണ്ട് നമ്മുടെ അർജുൻ നേരെ പിങ്കിയെ കാണാനായിട്ട് പിങ്കിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. പിങ്കിയുടെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ കോളിംഗ് ബെല്ലടിച്ചു. വാതിൽ തുറന്നു വരുന്നത് പ്രഭുരാമൻ അർജുനെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് അങ്ങോട്ട് എന്താ പറയുന്നത്, ദേഷ്യം അടക്കാൻ വയ്യാതെ കലിക്കേറി ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ. എന്താ വന്നതെന്ന് ചോദിച്ചു. എനിക്ക് പിങ്കിയെ ഒന്ന് കാണണമെന്ന് പറയുമ്പോൾ, എന്തിനാ നീ പിങ്കിയെ കാണുന്നത്? നീ പിങ്കിയെ കാണണ്ട, പിങ്കിയെ കാണാനുള്ള ഒരു ഇതും നിനക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറയരുത് അങ്കിൾ, എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഈ ശബ്ദം കേട്ട് പിങ്കി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം, നീ ആരെ കാണാൻ ഇറങ്ങി വന്നത്, കയറി പൊടിയെന്ന് പറഞ്ഞുകൊണ്ട് പിങ്കിയോട് പ്രഭുരാമൻ പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ പിങ്കി ഇങ്ങനെ വളരെ ദയനീയമായിട്ട് അർജുനെ നോക്കുന്നു. അതുപോലെ തന്നെ അർജുനും ദയനീയമായിട്ട് പിങ്കിയെ നോക്കുന്നു. ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ, നിന്നോടല്ലേ അകത്ത് കയറി പോകാൻ പറഞ്ഞതെന്ന് ചോദിച്ച് പ്രഭുരാമൻ ദേഷ്യപ്പെടുവോ പിങ്കിയോട്. അങ്ങനെ പിങ്കി ഇങ്ങനെ നിസ്സഹായതയോടുകൂടി നിൽക്കുന്നു. ഞാൻ എൻ്റെ ഭാര്യയെ കാണാനാണ് വന്നത്, അവളോട് എനിക്കിന്ന് സംസാരിക്കണമെന്നൊക്കെ അർജുൻ പറഞ്ഞപ്പോൾ, ഭാര്യ, നിനക്ക് നാണമില്ലേ ആ വാക്ക് ഇവിടെ നിന്ന് ഉച്ചരിക്കാൻ എന്ന് ചോദിച്ചു. ഈ കിടക്കുന്ന ഇവളുടെ കഴുത്തിലുള്ളത് കൊണ്ടല്ലേ എൻ്റെ മോളെ നീ ഭാര്യയായി എന്ന് ഉള്ള പേരിൽ
വിളിച്ചത്. ഇതങ്ങ് നിൻ്റെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നീ എൻ്റെ മോൾക്ക് പേരിൽ അവകാശം പറഞ്ഞ് വരില്ലല്ലോ എന്ന് പറഞ്ഞു. താലി ഊരി പിങ്കി എന്ന് പറഞ്ഞു. ആ താലി ഊരി അവൻ്റെ മുഖത്ത് വലിച്ചെറിഞ്ഞ് കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും പിങ്കി ഞെട്ടി. തൻ്റെ ഡാഡി തന്നെയാണോ ഈ പറയണേന്ന് ആലോചിച്ചിട്ട്. നിന്നോടാ പറഞ്ഞത് ആ താലി ഊരി അവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയാൻ. പിങ്കി ഒന്നും അറച്ചിങ്ങനെ നിൽക്കുക. നിന്നോടാ പറഞ്ഞതെന്ന് പറയുമ്പം ഇതെന്താ പപ്പ ഇതൊന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ആ ഒരു ഇതിൽ നിൽക്കുമ്പോൾ നിനക്ക് പറ്റില്ലെങ്കിൽ ഞാൻ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് പിങ്കിയുടെ കഴുത്തിൽ കിടന്ന താലി വലിച്ചു പൊട്ടിച്ച് അർജുൻ്റെ മുഖത്തേക്ക് ഒരു ഒറ്റയേറ്. ഇനി ഈ അവകാശവും ഇതിൻ്റെ പേരും പറഞ്ഞ് ഈ പടിക്കകത്ത് നീ കയറിപ്പോകരുത് എന്നും പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് നമ്മുടെ പ്രഭുരാമൻ അർജുനെ അപമാനിക്കുക. അർജുൻ ആ താലി ഇങ്ങനെ കയ്യിലെടുത്ത് ഇങ്ങനെ അങ്ങ് പിടിച്ചിട്ട് ഇങ്ങനെ വിഷമത്തോടെ പിങ്കിയെ നോക്കി നിൽക്കുക. പിങ്കിയും അതുപോലെ തന്നെ അർജുൻ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കും നിന്നോട് വരാനാ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് മകളെ പിടിച്ച് വലിച്ചയച്ച് അകത്തേക്ക് കൊണ്ടുപോയി പ്രഭുരാമൻ. ഈ സമയത്ത് പിങ്കി തിരിഞ്ഞു നോക്കിയാണ് പോകുന്നത്. കാരണം അർജുൻ അവിടെ നിൽക്കുകയാണല്ലോ. അപ്പോൾ അകത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കും വാതിലും അടച്ചു. അർജുൻ ഇങ്ങനെ എന്താ പറയുന്നത്, ഒരു വക നാണം കെട്ട് അവിടെ നിന്ന് ഈ മാലയും കൈ പിടിച്ചുകൊണ്ട് ഇറങ്ങി പോരുക. അതിനുശേഷം മേലിൽ ഇനി അവനെ കാണാനോ സംസാരിക്കാനോ നീ ശ്രമിച്ച എന്നും പറഞ്ഞുകൊണ്ട് പിങ്കിയോട് ദേഷ്യപ്പെടുന്നു പ്രഭുരാമൻ. അത് കഴിഞ്ഞപ്പോൾ പിങ്കി അവിടുന്ന് ഓടിപ്പോയി കട്ടിലേ പോയി കിടന്ന് വാവിട്ട് കരയുക. ആ ഒരു നിമിഷത്തെ പറ്റി ആലോചിച്ച്. അതെല്ലാം കഴിഞ്ഞ് പിങ്കി ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ പ്രഭുരാമൻ പിങ്കിയെ സമാധാനിപ്പിക്കാനായിട്ട് വന്നു. സമാധാനിപ്പിക്കാൻ വന്ന പപ്പയാണെങ്കിൽ എല്ലാം അർജുൻ്റെ തലയിൽ പഴി ചാരിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. മുഴുവനും അർജുൻ്റെ തലയിൽ പഴി ചാരിക്കൊണ്ട്. കാരണം അർജുൻ പിങ്കിയുടെ ജീവിതം തകർത്ത് കളഞ്ഞു എന്നുള്ളൊരു ആ ഒരു ഇതിൽ സംസാരിക്കുന്നു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ പിങ്കി പറഞ്ഞു, പപ്പ അങ്ങനെ ഒരിക്കലും പറയരുത്. അർജുൻ്റെ ഭാഗത്ത് തെറ്റില്ല പപ്പ. തെറ്റ് മുഴുവനും എൻ്റെ ഭാഗത്താണ്. എൻ്റെ പ്രവൃത്തികൾ കൊണ്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയുമ്പോൾ എന്താ നീ അർജുനെ സംരക്ഷിക്കാൻ നോക്കുവാണോ എന്ന് ചോദിച്ചു. അല്ല പപ്പ, ഒരിക്കലുമല്ല. ഗൗതത്തിനോടുള്ള എൻ്റെ അടങ്ങാത്ത ഇഷ്ടം അർജുൻ്റെ മനസ്സിനെ ഒരുപാട് മുറിവേൽപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പിങ്കി പറയുവാണ്. നീ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം മകള് അച്ഛനോട് വള്ളി പുള്ളി തെറ്റാതെ അർജുനോട് കാണിച്ച അവഗണന, അതുപോലെ വിവാഹരാത്രിയിൽ അന്ന് സംഭവിച്ച കാര്യങ്ങൾ തൊട്ട് ഈ ഇന്ദീവരം തറവാട്ടിൽ അർജുൻ നേരിടേണ്ടി വന്ന പിങ്കിയുടെ ഭാഗത്തു നിന്നുണ്ടായ അവഗണനകൾ മുഴുവനും അങ്ങ് അക്കവിട്ട് അങ്ങ് പറഞ്ഞു. ഇത് കേട്ട് കഴിയുമ്പോൾ പ്രഭുരാമനും എല്ലാം പറയാനുണ്ടോ? മകൾ ഇത്രത്തോളം ചീപ്പായി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യം പാവം അച്ഛൻ അറിയാതെ പോയില്ലേ. നീ എന്തൊക്കെയാ പിങ്കി കാണിച്ചു കൂട്ടിയത് പറയുന്നതെന്ന് പറയുമ്പം അതെ പപ്പ, ഇത് തന്നെയാണ് സത്യം. അർജുനെ അതുകൊണ്ട് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അർജുൻ ആയതുകൊണ്ടാണ് ഇപ്പോഴും എന്നെ തേടി വന്നത്. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എന്നെ എന്നേ ഉപേക്ഷിച്ച് കളഞ്ഞേനെ എന്നൊക്കെ പറഞ്ഞു പിങ്കി ഇങ്ങനെ പറയുന്നു. ആ അർജുനെ കുറ്റപ്പെടുത്താൻ അല്ലെങ്കിൽ ആ അർജുൻ മോശമാണെന്ന് പറയാൻ എന്നെക്കൊണ്ട് കഴിയില്ല. പിന്നെ ഇപ്പം നയനയായിട്ട് അർജുൻ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പം നയന അർജുനെ ശരിക്കും ട്രാപ്പിലാക്കിയിരിക്കുന്നതാ പപ്പ. ഒരിക്കലും അർജുൻ മനസ്സുകൊണ്ട് ഒരു തെറ്റും ചെയ്യില്ല. അവനൊരിക്കലും അങ്ങനെ എന്നെ ചതിക്കാനോ അല്ലെങ്കിൽ എന്നോട് ആ ഒരു ഇതിൽ കാണിക്കാനോ ഒന്നും പറ്റില്ല. അവനത് ചെയ്യില്ലെന്നും പറഞ്ഞ് പിങ്കി പപ്പയോട് ഇങ്ങനെ ഇതിനെപ്പറ്റി പറയുന്നു. പപ്പയ്ക്കാണെങ്കിൽ ആകെ ധർമ്മസങ്കടമാവുന്നു. ഇതിപ്പോൾ ഏത് വിശ്വസിക്കണം, ഏത് തള്ളിക്കളയണം, ഇതൊന്നും അറിയാത്തൊരവസ്ഥയിൽ പപ്പ ഇങ്ങനെ ആകെ നടുക്കടലിൻ്റെ നടുവിൽ നിൽക്കുന്നു എന്ന് പറയാം. അപ്പം അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ ഇനിയിപ്പോൾ പിങ്കിയുടെയും അതുപോലെ തന്നെ അർജുൻ്റെയും ജീവിതം ഒന്നിപ്പിക്കാനുള്ള പരിശ്രമത്തിൽ നമ്മുടെ നന്ദ ഇങ്ങനെ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക. ആ ഒപ്പം തന്നെ നയന നന്ദയുടെ പരിശ്രമങ്ങളെ തടഞ്ഞ് എതിരെ വശത്ത് നിന്നുകൊണ്ട് നയനയ്ക്ക് പറ്റുന്ന രീതിയിൽ നയനയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മൊത്തത്തിൽ കാര്യങ്ങളിങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് ചക്ക കുഴയുന്നത് പോലെ കുഴഞ്ഞിരിക്കുക. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. ഇനിയിപ്പോൾ ഈ നൂലാമാലകളൊക്കെ അഴിച്ച് നമ്മുടെ നന്ദ പിങ്കിയുടെ ജീവിതത്തിലേക്ക് അർജുനെ തിരിച്ചു കൊടുക്കുന്ന ആ ഒരു സിറ്റുവേഷൻ കാണാനായിട്ട്, നയനയെ ആരാണ് ഇന്ദീവരത്തിൽ നിന്ന് അടിച്ചിറക്കുന്നതെന്ന് കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണല്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സ്വീകരിക്കും. ടേക്ക് കെയർ. ബൈ ബൈ.